ഭാരതീയ ജനതാ പാർട്ടി എല്ലാ വിഭാഗം ജനങ്ങളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന പാർട്ടിയാണ്. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ ആഹ്വാനം ഞങ്ങൾ ശിരസ വഹിച്ചുകൊണ്ട് സ്നേഹയാത്രയുമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോയത്. ഈ പ്രാവശ്യത്തെ ക്രിസ്മസിനോടനുബന്ധിച്ച് 10 ദിവസം നീണ്ടു നിൽക്കുന്ന സ്നേഹയാത്രയാണ് ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. അഭൂതപൂർവമായിട്ടുള്ള പ്രതികരണമാണ്. കണ്ണ് തുറന്ന് ഇവിടുത്തെ മതേതര പാർട്ടികൾ എന്ന് പറയുന്നവർ കാണണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അഭൂതപൂർവമായിട്ടുള്ള പിന്തുണയാണ്, പ്രതികരണമാണ് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് സ്നേഹയാത്രയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. എല്ലാ കള്ളപ്രചരണങ്ങളെയും അതിജീവിച്ചുകൊണ്ട് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം നരേന്ദ്രമോദിയിലുള്ള വിശ്വാസം, സബ്കാ സാത്ത് സബ്കാ വികാസ് എന്നുള്ള മോദിജിയുടെ മന്ത്രത്തിലുള്ള വിശ്വാസം ഊട്ടി ഉറപ്പിക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. ഈ വർഷം 7.8 ലക്ഷത്തോളം വീടുകളിൽ ഞങ്ങൾ സമ്പർക്കം പൂർത്തിയാക്കി. 10 ലക്ഷം വീടുകളെങ്കിലും കയറണമെന്നുള്ളതാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഞാൻ ഹാർദമായി കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തെ മോദിജിയുടെ ആഹ്വാനപ്രകാരമുള്ള സ്നേഹയാത്രയെ 2 കൈയും മധുരവും നൽകി വരവേറ്റ കേരളത്തെ ക്രൈസ്തവ സമൂഹത്തെ ഹാർദമായി അഭിനന്ദിക്കാൻ, നന്ദി പറയാൻ ഈ അവസരം ശ്രമിക്കുകയാണ്. നമ്മുടെ ഒരു മതേതര സംസ്ഥാനമാണ്. ഒരു വിഭാഗത്തിന് മാത്രം എന്തുമാവാം, മറ്റുള്ളവർക്ക് യാതൊരു സ്ഥാനവും നമ്മുടെ പൊതുസമൂഹത്തിൽ ഇല്ല എന്നുള്ള കേരളത്തിലെ വർഗീയ രാഷ്ട്രീയം അവസാനിക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ തെളിവായിട്ടാണ് ഞങ്ങൾ സ്നേഹയാത്രയെ കാണുന്നത്. പ്രധാനമന്ത്രിയെക്കുറിച്ച് ദില്ലിയിൽ അദ്ദേഹത്തിന്റെ വസതിയിൽ നടന്ന യോഗത്തിൽ ക്രൈസ്തവ സമുദായ നേതാക്കന്മാരും അവിടുത്തെ പ്രഗത്ഭ വ്യക്തികളും പറഞ്ഞ ഓരോ വാക്കുകളും മലയാളികൾ കേട്ട് കഴിഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട് വികസനത്തിലേക്ക് വരണം, പുരോഗതി ഉണ്ടാവണം. ഇതിന് മോദി അല്ലാതെ വേറെ ഒരു മന്ത്രവും ഇനി കേരളത്തിലില്ല. നരേന്ദ്രമോദിയുടെ കരസ്പർശമേൽക്കാതെ, കരുതലും താങ്ങുമില്ലാതെ കേരളത്തിന് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള വസ്തുതയിലേക്കാണ് നാം എല്ലാവരും എത്തിച്ചേരുന്നത്. കേരളത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും എത്തിച്ചേരുന്നത്. മോദിജി തൃശ്ശൂരിൽ വരികയാണ് 3-ാം തീയതി.